ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈൽ സ്നാക്കായിട്ടുള്ള തട്ടേ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പൊട്ടുകടല എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഫൈൻ പൗഡർ ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഈ സെയിം മിക്സി ജാറിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഞാനൊരു 7 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 5 വറ്റൽമുളക് കേട്ടോ. ഇതൊന്ന് 1 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. കാശ്മീരി ഉണക്കമുളകോ അല്ലെങ്കിൽ സാധാരണ ഉണക്കമുളക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ സാധാരണ ഉണക്കമുളക് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയണ ക്യുമിൻ സീഡ്സ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യണ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വരേണ്ട ആവശ്യമില്ല, ഇതുപോലെ മതി കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു മുളകൊക്കെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കാൻ സമയമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതായത് അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, ഫൈനായിട്ടുള്ളത്, അതാണ് എടുക്കുന്നത് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് പച്ചവെള്ളത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനിതിലേക്ക്, അതായത് കടലപ്പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പും വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊക്കെ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം ആ കടലപ്പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പാണെങ്കിൽ നന്നായിട്ട് കുതിർന്ന് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം, അത് നന്നായിട്ട് തന്നെ വരും. പിന്നെ ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടിയിട്ടുള്ള എണ്ണയാണെങ്കിലും 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം. എണ്ണ ചേർക്കുമ്പോൾ ഇതൊന്നും കൂടി ക്രിസ്പി ആയിട്ട് വരും. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ടെക്സ്ചറിൽ ഒന്ന് ക്രഞ്ചി ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെയാവും വരിക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറൊന്നും ഉരുക്കിയിട്ട് ചേർക്കണ്ട, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം മുമ്പ് എടുത്ത് വെക്കണമെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് വരും, ആ ഒരു സോഫ്റ്റ് ടെക്സ്ചറായിട്ട് വരുമല്ലോ. എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ തട്ടേന്ന് അറിയപ്പെടും. കർണാടകത്തിലേക്ക് വരുമ്പോൾ ഇത് നിപ്പട്ടു എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുക. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ചെക്കലു എന്ന് പറഞ്ഞ പേരിലും അറിയപ്പെടും. അതുപോലെ ഇത് ശ്രീലങ്കയിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ശരിക്കും പറഞ്ഞൊരു പെർഫെക്റ്റ് ടീ ടൈം സ്നാക്ക് എന്നൊക്കെ പറയാം. അതുപോലെ ഫെസ്റ്റിവലിൻ്റെ സമയത്തും തയ്യാറാക്കുന്ന ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പച്ചവെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം. അതുകൊണ്ട് തന്നെ ഇതിന് ബൈൻഡിങ് ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ കൂടിയിരിക്കണം, ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. വല്ലാണ്ട് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലും ആയിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ശരിക്കും ഇത് പൊങ്കലിൻ്റെ സമയത്ത് അതുപോലെ ദീപാവലിയുടെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അല്ലാന്നുണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു സ്നാക്കാണ്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുറുക്കൊക്കെ ആയിട്ട് കുറച്ച് സിമിലറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഫ്ലേവർ, എക്സാക്റ്റ് ഫ്ലേവർ അതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചൊക്കെ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുള ഇതുപോലെ എടുക്കുക, എന്നിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. തീരെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഷീറ്റ് പോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, കാരണം ഇതിൻ്റെ ഒരു ടെക്സ്ചർ അതുപോലെയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെയും ഇതുപോലെയുള്ള സ്നാക്ക് ഉണ്ട് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട്, അതൊന്നും കൂടി ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതാവുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇതുപോലെ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഒരു ഉണ്ടിയുണ്ടല്ലോ, അത് വെച്ച് കൊടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷീറ്റിൽ ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ, ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരണം. ഒരുപാട് തിക്കായിട്ടും വരരുത്, ഒരുപാട് തിന്നായിട്ടും വരരുത്, ഒരു മീഡിയം തിക്നെസ്, അതായിരിക്കും നന്നായിട്ട് വരും. വല്ലാണ്ട് കൊണ്ട് തിന്നായി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് ഇടാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ബൈൻഡിങ് കുറവായിരിക്കും. പ്രത്യേകിച്ച് അരിപ്പൊടിയാണ്, പച്ചവെള്ളത്തിലാണ് നമ്മൾ കുഴയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ പൊട്ടിപ്പോവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലായിരിക്കും.
അപ്പോൾ ദേ ഇതുപോലെ ആദ്യത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാടെണ്ണം അങ്ങനെ ഉണ്ടാക്കി വെക്കൽ അത്ര പോസിബിൾ അല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വറുത്തെടുക്കാൻ ആവശ്യമുള്ളത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ 2 പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് അതായത് ഇതുപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഒരു പ്രാവശ്യത്തേക്കുള്ളത് കിട്ടുന്നുണ്ടാവും. പിന്നെ വാഴയിലയിൽ വേണമെങ്കിൽ വാഴയിലയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ട്രഡീഷണൽ രീതിയിൽ വാഴയിലൊക്കെ ചെയ്യാറുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല അത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഫ്രൈ ആയിട്ട് വരണ ആ ഒരു സമയത്ത് നമുക്ക് അടുത്തത് പരത്തിയെടുക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതുള്ള കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ആകുമ്പോഴാണ് അതിനനുസരിച്ച് കൂടുതൽ സമയം എടുക്കുക ഫ്രൈ ആയിട്ട് വരാനൊക്കെ വേണ്ടിയിട്ട്. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തട്ടേ എന്നുള്ളൊരു പേര് വരാൻ കാരണം തട്ടേ എന്ന് പറയുമ്പോൾ പ്ലേറ്റിൻ്റെ ഒരു ഷേപ്പിൽ ഉള്ളത് കൊണ്ടാണ് തട്ടേ എന്നുള്ളൊരു പേരിൽ ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതേ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വരുന്ന ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ പല വേരിയേഷൻസ് ഉണ്ട്. അതായത് മധുരമുള്ള തട്ടേ, ഫില്ലിങ്ങോട് കൂടിയുള്ളത്, അങ്ങനെ പല രീതിയിലുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മസാല തട്ടേ, പിന്നെ മസാലകളിലും ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ പല വ്യത്യാസങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ബട്ടർ തട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു ടെക്സ്ചറിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കാലിയാവും. നമുക്ക് ഹോം മെയ്ഡ് സ്നാക്ക് എന്നുള്ള രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്നാക്ക് ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈവനിങ് ടീ ടൈം സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടേ എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാം. ഇത് കണ്ടോ, നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിങ്ങനെ കഴിക്കാനും ഒന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത ആ ഒരു വെളുത്തുള്ളിയുടെ കറിവേപ്പിലയുടെ ഫ്ലേവർ, അതുപോലെ ആ ഒരു കടലപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കഴിക്കുമ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു തട്ടേ എന്ന് പറഞ്ഞ സ്നാക്ക് നിങ്ങളിതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ആ ഒരു കമൻസാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. കമൻസൊക്കെ കുറവാണ്, എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.